ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അബീസ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ പെട്ടെന്ന് എങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കി എടുക്കാമെന്നാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു കുക്കറിലേക്ക് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിന് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു വിസിലടിച്ച് അതിൻ്റെ എയർ മൊത്തം പോയതിനു ശേഷമേ തുറക്കാവൂ. ഇതിപ്പം നമുക്കിവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു സവാള നല്ലപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനായി കുറച്ച് പച്ചമുളക്. അതിനുശേഷം ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും കരിവേപ്പില അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന ചിക്കൻ പീസസിനെ ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങും അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കരിവേപ്പിലയും പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ നേരത്തെ ചിക്കൻ പീസസ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തായിരുന്നു. എന്നിട്ട് നമ്മളിത് നല്ല ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 മുട്ട എടുക്കാം. അത് നല്ലപോലെ ദണ്ട് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 5-6 ബ്രെഡ് നമ്മൾ ഈ സൈഡെല്ലാം കളഞ്ഞിട്ട് നല്ലപോലെ ജസ്റ്റ് ഒന്ന് പൽച്ചിലിട്ട് അടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ തന്നെ നമ്മളിവിടെ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കട്ട്ലറ്റിൻ്റെ പീസസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.